അതിർത്തികൾ താണ്ടി 3 ദിവസത്തെ യാത്ര ചെയ്ത് അനന്തപുരിയിൽ എത്തുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്ര. ഇന്നത്തെ നമ്മുടെ വീഡിയോ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെക്കുറിച്ചാണ്. കേരളം ഒന്നായി നവരാത്രി ആഘോഷിക്കുമ്പോൾ ഇങ്ങ് അനന്തപുരിയിൽ നവരാത്രി ആഘോഷത്തിന് ഒരു പ്രത്യേക മാറ്റുണ്ട്. തലസ്ഥാന നഗരിയിൽ മാത്രം ആഘോഷിക്കപ്പെടുന്ന നവരാത്രി ആഘോഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് എല്ലാ വർഷവും നവരാത്രി വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ എത്തിച്ചേരുന്നത്. തമിഴ്നാട് കേരള അതിർത്തികൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സംഗമവേദി കൂടിയാണ് ഇത്. തേവാരക്കെട്ടിൽ നിന്നും സരസ്വതി ദേവി, വേളിമല കുമാരകോവിലിൽ നിന്നും മുരുകൻ, സുചീന്ദ്രത്തിൽ നിന്നും 300 നങ്ക എന്നീ വിഗ്രഹങ്ങളെയാണ് ആചാരപരമായ ഘോഷയാത്രയോടെ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. സരസ്വതി ദേവി വിദ്യാപൂജയുടെയും 300 നങ്ക ശക്തി പൂജയുടെയും കുമാരസ്വാമി ആയുധ പൂജയുടെയും പ്രതീകമായി സങ്കല്പിക്കപ്പെടുന്നു. (1840) മുതലാണ് തിരുവനന്തപുരത്ത് നവരാത്രി പൂജ ആഘോഷപൂർവ്വം നടത്തി തുടങ്ങിയത്. പൂജാവിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുന്നത് പോലെ പൂജപ്പുര രഥയാത്ര എന്ന ചടങ്ങും പ്രധാനപ്പെട്ടതാണ്. വിജയദശമി നാൾ പൂജപ്പുര മണ്ഡപത്തിലേക്ക് മഹാരാജാവ് ആഡംബരത്തോടെ എഴുന്നള്ളുകയും അവിടെ എത്തിച്ചിട്ടുള്ള ബേളി സുബ്രഹ്മണ്യൻ്റെ മുന്നിൽ അമ്പെയ്തുമായ ചടങ്ങാണ്. എന്നാൽ ഈ ചടങ്ങ് ഇപ്പോൾ ഇല്ല. സരസ്വതി ദേവിയെ ആനപ്പുറത്തും മറ്റു വിഗ്രഹങ്ങളെ പല്ലക്കിലുമാണ് എഴുന്നള്ളിക്കുന്നത്. 3 ദിവസം നീളുന്ന യാത്രയിൽ തമിഴ്നാടിൻ്റെ കുഴുത്തറ മഹാദേവർ ക്ഷേത്രത്തിലും പിറ്റേന്ന് കേരളത്തിൽ എത്തുന്ന വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും വിഗ്രഹങ്ങൾ ഇറക്കി പൂജ നടത്തുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും 3-ാം ദിനം യാത്ര ചെയ്യുന്ന വിഗ്രഹ ഘോഷയാത്ര ഉച്ചയോടുകൂടി കരമന ആവടി അമ്മൻ ക്ഷേത്രത്തിലാണ് എത്തുന്നത്. സരസ്വതി ദേവിയും കുമാരസ്വാമിയും അവിടെ എത്തുമ്പോൾ 300 നങ്ക അവിടെ എത്താതെ കിള്ളിപ്പാലം അമ്മൻ കോവിലിൽ വിശ്രമിക്കും. ഇവിടെയാണ് പഴമക്കാർ പറഞ്ഞു വന്ന കഥകളിൽ കേട്ടുവന്ന കുണ്ടണി നങ്ക എന്ന വിളിപ്പേര് 300 നങ്കയ്ക്ക് ചാർത്തപ്പെടുന്നത്. കരമന മുതൽ കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത്. നവരാത്രി വിഗ്രഹങ്ങളും ഉടവാളുകളും എഴുന്നള്ളിക്കുന്നത് കന്യാകുമാരി ദേവസ്വം അതിർത്തികളാണ്. ജനകീയ ഭരണം എത്തിയപ്പോൾ ആഘോഷത്തിന് ആചാരപ്പൊലിമ കൂടി. ഇന്ന് ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് ഒരുക്കുന്ന ഒരു ജനകീയ ഉത്സവമാണ് നവരാത്രി എഴുന്നള്ളത്ത്. എല്ലാ വർഷവും നവരാത്രി ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ വൻ വരവേൽപ്പാണ് നടക്കുന്നത്. കേരള ഗവർണറുടെ നേതൃത്വത്തിലാണ് വരവേൽപ്പ് നൽകുന്നത്.